മാതൃഭൂമി ഓൺലൈനിൻ്റെ പേജ് കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് കെ ശൈലജ. ഇതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അതിന് ഞാനെങ്ങനെയാണ് മറുപടി പറയാതിരിക്കുക? ഫേക്ക് ന്യൂസുകൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് വന്നത് വ്യാജ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ ചില ചിത്രങ്ങൾ, ശരിയല്ലാത്ത ചിത്രങ്ങളൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇസ്ലാം മതവിശ്വാസികൾ മുഴുവൻ എന്താ തീവ്രവാദികളാ എന്ന് ഞാൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇസ്ലാം മതവിശ്വാസികളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് നോക്കൂ. അപ്പോൾ അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് മാത്രം കൊടുത്തു. ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ അതിലെന്ത് രാഷ്ട്രീയം? അല്ലെ, ഒരാൾ മരിക്കാൻ പുറപ്പെടുന്നു, നീ കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? 40കളിലൊന്നുള്ള സ്ത്രീ അല്ല ഇന്ന് കേരളത്തിലെ സ്ത്രീ. നമ്മൾ ചെയ്തതിന് ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം കേരളത്തിലെ പെൺകുട്ടികൾ ആരാ വിദ്യ അഭ്യസിക്കാത്തതുള്ളത്? ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് PG ഒന്നും ചെയ്യാത്ത പെൺകുട്ടികളെ കാണാൻ തന്നെ ചുരുക്കമാണ്. കെ ശൈലജ ടീച്ചർ യാതൊരുവിധ ആമുഖങ്ങളുടെ ആവശ്യമില്ല എങ്കിൽ കൂടി 15ാമത് നിയമസഭയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി മട്ടന്നൂരിൽ നിന്ന് ജയിച്ചു വന്ന MLA 16ാമത് ലോക്സഭയിലേക്ക് വടകരയിൽ നിന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം കാത്തിരിക്കുന്ന LDFിൻ്റെ മുതിർന്ന നേതാവ്. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ എന്നെ കേൾക്കുന്നവർ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാർ യഥാർത്ഥത്തിൽ പ്രതിസന്ധികളുടെ ഒരു നൂലാമാലകളിൽ കൂടി കടന്നുപോയ ഒരു സർക്കാരായിരുന്നു. 2018 പ്രളയം, മഹാപ്രളയം എന്ന് തന്നെ പറയേണ്ടി വരും. അതിനു മുമ്പ് നിപ്പ, പിന്നീട് കോവിഡ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട, ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ആരോഗ്യ മന്ത്രി. അതുകൊണ്ടാണ് ഗാർഡിയൻ പത്രം ഇങ്ങനെ വിശേഷിപ്പിച്ചത്, കേരളാസ് റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ എന്നാണ് ശൈലജ ടീച്ചറിനെ വിശേഷിപ്പിച്ചത്. എനിക്കൊന്ന് BBC കോവിഡിൻ്റെ കൊലയാളി എന്നുപോലും ടീച്ചറിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല 2020 ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത, സ്വാധീനിച്ച പ്രധാനപ്പെട്ട 10 പേരിൽ ആദ്യത്തെ പേരുകാരിയും കേരളത്തിൻ്റെ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കാര്യമുണ്ട്. ലോക മലയാളികൾ ഞാൻ മലയാളി എന്ന് അഭിമാന പുരസ്സരം അക്കാലത്ത് പറഞ്ഞിരുന്നു. അതിനും ഒരു കാരണക്കാരി ശൈലജ ടീച്ചറാണ്. ടീച്ചറെ നമസ്കാരം. നമസ്കാരം ടീച്ചർ. ടീച്ചർ വലിയൊരു പോരാട്ടം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു കാലയളവാണ്. അത് മുഖത്തൊക്കെ കാണാനുണ്ട്. നല്ല വെയിലിൻ്റെ കാഠിന്യം അനുഭവിച്ചിരുന്നു, ശബ്ദമൊക്കെ ഇടറിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലം, തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പ്രതീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പോരാട്ടമായിരുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം നല്ല ചൂടുള്ള സമയമാണ്. ഇത്തവണയാണെങ്കിൽ നല്ല വെയിലും നല്ല ചൂടും, ഇത്രയധികം ചൂടുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്തൊന്നും എക്സ്ട്രീമായിരുന്നു. അപ്പോൾ ഏകദേശം 40 ദിവസത്തോളം. കാരണം LDF വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. അപ്പോൾ 40 ദിവസത്തോളം നല്ല വെയിലത്ത്, ശരിക്കും ഉച്ചക്ക് 12 മണി മുതൽ 3 മണി വരെ റെസ്റ്റൊക്കെയാണ് പരിപാടിയിലിടുക. പക്ഷേ ചിലപ്പോൾ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതല്ലാത്ത ചില പ്രോഗ്രാംസ് വരും, വഴിയിലൊക്കെ ആളുകൾ വരും. അപ്പോൾ അതൊന്നും കാണാതെ ഒരു സ്ഥാനാർത്ഥിക്കും സംഘാടകർക്കും പോകാൻ പറ്റില്ല. അങ്ങനെയെല്ലാം വരുമ്പോൾ 12 മണി മുതലുള്ള ആ സമയം പോലും റെസ്റ്റ് എടുക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വെയിൽ മുഴുവൻ കൊള്ളേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഞാൻ മാത്രമല്ല, പ്രവർത്തകരും, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന LDFിൻ്റെ പ്രവർത്തകരാകെ. പക്ഷേ വളരെ ആവേശകരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നിരുന്നത്. വളരെ വലിയ സ്വീകാര്യതയാണ് വടകരയിലെമ്പാടും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും LDF എന്നുള്ള നിലയിലും ലഭ്യമായത്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് UDFന് സ്ഥാനാർത്ഥി വരുന്നത്. ആദ്യം നമ്മുടെ മുരളീധരനായിരിക്കുമെന്ന ധാരണയിൽ UDFകാർ അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്ററൊക്കെ എഴുതി തയ്യാറാക്കി, ബോർഡൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു പലയിടത്തും. ഞാനും കരുതിയത് എൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് മുരളീധരനായിരിക്കും എന്ന് തന്നെയാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. മുരളീധരൻ തൃശ്ശൂരേക്ക് പോയി. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പുതിയ സ്ഥാനാർത്ഥി അവിടെ വന്നു.
അപ്പോൾ ഷാഫി വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രവർത്തന രീതിക്കൊരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇക്കാലത്ത് ഈ നവമാധ്യമങ്ങൾക്ക് ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും വ്യക്തികളെ ഉണ്ടാക്കാനും ഒക്കെയുള്ള കഴിവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ എത്ര നല്ല വശം ഉണ്ടെങ്കിലും ചില ചീത്ത വശങ്ങളുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഹിന്ദുവിലോ മറ്റൊരു ആർട്ടിക്കിൾ വന്നിരുന്നു, ഇന്ന് ലോകത്തിലെ ഗവൺമെൻറ്റുകളെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പുതിയ ന്യൂ മീഡിയ മാറിയിരിക്കുന്നു. അതിൻ്റെ മേലെ നിയന്ത്രണങ്ങളൊന്നും വരുത്താൻ ഇനിയിപ്പോൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അത്രേ. ഇപ്പോൾ വന്നപ്പോൾ ഈ നവമാധ്യമങ്ങളിൽ ഒരു വലിയ ഇടപെടൽ എൻ്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘവും എല്ലാം ചേർന്നുകൊണ്ടുള്ള മിഷണറിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. തുടക്കത്തിൽ ഞങ്ങൾ അത്രത്തോളം പോയിരുന്നില്ല ന്യൂ മീഡിയയിൽ. കാരണം ന്യൂ മീഡിയ വഴി കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, വാർത്തകൾ അറിയിക്കുക എന്ന് മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് എനിക്ക് വന്നിട്ടുള്ളൊരു പ്രശ്നം, ഒരുപാട് ഈ ഇൻഫർമേഷൻ നമ്മൾ പറയുമല്ലോ, ഇൻഫോഡമിക് എന്നെല്ലാം പറയുന്ന ആ സംഭവം ഉണ്ടായി. അതിന് മറുപടി പറയാൻ നിൽക്കേണ്ടതായിട്ട് വന്നു. ആദ്യമൊക്കെ നെഗ്ലക്റ്റ് ചെയ്തു. ചെറിയ ചെറിയ ചില പരാമർശങ്ങൾ, ഞാൻ പറയാത്തത്, ഞാൻ ചെയ്യാത്തത് എൻ്റെ പേരിലൊക്കെ വരുന്നത് കണ്ടപ്പോൾ ചിരിച്ചു തള്ളി ആദ്യം, അവർ പറയട്ടെ എന്നുള്ള മട്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊരു സീരിയസ് ആയിട്ട് ചിലത് വന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മാതൃഭൂമി ഓൺലൈനിൻ്റെ പേജ് കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് പിന്നെ അതിനകത്ത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് KK ശൈലജ, ഇതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയാതിരിക്കുക? എൻ്റെ അഭിപ്രായം ഉണ്ടല്ലോ, എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടല്ലോ അക്കാര്യത്തിൽ. രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. ഞാൻ തന്നെ ചില ചർച്ചകളിൽ ബർക്കാദത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പങ്കെടുത്തിരുന്നു, ലവ് ജിഹാദിനെ കുറിച്ച്. അന്ന് രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു, അതിനകത്ത് വേറെയൊരു പ്രമുഖ പത്രപ്രവർത്തകനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്ന് 33,000 പെൺകുട്ടികളെ പിന്നെ ഇങ്ങനെ പ്രേമിച്ച് വഞ്ചിച്ച് ISL ചേർക്കാൻ കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കണക്കൊന്നുമില്ല, പക്ഷേ 33,000 പെൺകുട്ടികളെയൊക്കെ കേരളത്തിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോയാൽ അത് കേരളം അറിയും. കേരളം അത്ര പിന്നെ അതാര്യമായിട്ടുള്ളൊരു സൊസൈറ്റി അല്ല. അതുകൊണ്ട് തന്നെ അസംഭാവ്യമാണ് നിങ്ങൾ പറയുന്നത്, ശരിയല്ല. അപ്പോൾ ഈ പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി, അദ്ദേഹം പറഞ്ഞു, ടീച്ചർ ആകെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും 200 പേരെയാണ് ഇത്തരം ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് കിട്ടിയ കണക്ക്. കേരളത്തിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ മിസ്സിങ് ആയതിൽ ഓൺലി 3 പേരാണ്. അപ്പോൾ ഈ പറയുന്ന 33,000 എന്താണ് പ്രസക്തി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഏറ്റവും അപകടകരം. 3നെ 33,000 ആൾക്കുന്ന വിദ്യയുണ്ടല്ലോ, അത് ഒരു വിഭാഗം ആളുകളെ ഭയപ്പെടുത്തുന്നതിനും മറ്റൊരു വലിയ വിഭാഗത്തിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനും കാരണമാകും. വസ്തുതകളുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് അവസാനം രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞു, 33,000 ഇല്ല, അത് ശരിയായ നമ്പറല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ച പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു സൗഹൃദത്തിൻ്റെ കണ്ണി വിടാതെയാണ് ആ ചർച്ച നടത്തിയിരുന്നത്. പക്ഷേ സമർത്ഥിക്കാൻ കഴിഞ്ഞു, ഈ പറയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്നെയാണ് സമൂഹത്തിൻ്റെ മുമ്പാകെ ഇത് ശൈലജ ടീച്ചറുടെ അഭിപ്രായമാണ്, ഒരു വോട്ടിങ്ങിൻ്റെ തൊട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കതിനെ ഗണ്ണിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ നവമാധ്യമ സംഘത്തെ അതിന് മറുപടി പറയാനുള്ള പിന്നെ ഒരു ടീമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ കുറേ ഉണ്ട്, ഞാനെല്ലാം ഇവിടെ വിശദീകരിക്കുകയല്ല. അങ്ങനെ കുറേ ഫേക്ക് ന്യൂസസ് പിന്നെ വന്നു, അതിന് മറുപടി പറഞ്ഞു പോയി. പക്ഷേ എനിക്കറിയില്ല ഈ യഥാർത്ഥ വാർത്ത ജനങ്ങളിൽ എത്ര പേരിൽ എത്തിയിട്ടുണ്ടെന്ന്. അതിനു മുമ്പ് ഈ ഫേക്ക് ന്യൂസ് സർവ്വവ്യാപിയായിട്ടുണ്ടാവും. അപ്പോൾ ആ എത്തിയ എല്ലായിടത്തും ഈ മറുപടി ചെന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എത്ര ആളുകൾ ഇതിൽ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതും അറിയില്ല. അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ്റെ പൊളിറ്റിക്സിൻ്റെ ആംഗിൾ മാറിപ്പോയി. മാത്രമല്ല പിന്നെ എന്നോട് മീഡിയാസ് ഒന്ന് ചോദിച്ചു ഇലക്ഷനിൽ, ടീച്ചർ എന്താണ് വടകര മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാവുക? ഞാൻ പറഞ്ഞു, 20 മണ്ഡലത്തിലും ചർച്ചാ വിഷയമാകുന്ന രാഷ്ട്രീയം അത് തന്നെയാണ് വടകരയിലും. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല, ഇവിടെ മറ്റേ TP ചന്ദ്രശേഖരൻ വധം, എവിടെയോ ഒരു സ്ഥലത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായ കാര്യങ്ങൾ, ഇതൊക്കെയല്ലേ. ഞാൻ പറഞ്ഞു, അതൊക്കെ വളരെ മോശമായിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ്. പക്ഷെ അതെല്ലാം ഓരോ റീജിയണലായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നത് ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായി നിലനിൽക്കണമെന്നതാണ്. ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള BJP ഫാർ റൈറ്റായിട്ട് കൊണ്ടുപോകുന്നു, തീവ്ര വലതുപക്ഷ ചിന്തയിലേക്ക് പോകുന്നു. നമുക്ക് നമ്മുടെ ഡെമോക്രസിയും സെക്കുലറിസവും സംരക്ഷിക്കണം. അപ്പോൾ അതിന് എന്താണ് ഇടതുപക്ഷത്തിൻ്റെ സമീപനം?
അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളാണ്. കേരളത്തിലെ യഥാർത്ഥ ഒരു ഡെമോക്രാറ്റിക് ഫെഡറലിസം ഈ രാജ്യത്ത് വേണം. കേരളത്തിന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ടാക്സ് ഷെയറും മറ്റും കിട്ടണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം എന്താണ്? 10-15 വർഷമായിട്ട് വടകരയുടെ പ്രശ്നങ്ങൾ വേണ്ടത്ര ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന് പരിഹാരം കാണണം. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. അത് ചർച്ചാ വിഷയമാകണം. മറ്റത് ചർച്ച ആക്കണ്ട എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതൊരു പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തുള്ള അതിന് പരിഹാരം കാണണം. അതെല്ലാം കേസാണ്, കോടതി ഇടപെട്ടിട്ടുണ്ട്, കോടതി വിധിക്കുന്നുണ്ട്, അത് ആ രീതിയിലെന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ തന്നെ UDF ഇമോഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കിയിട്ട് വൈകാരികമായിട്ടൊരു വെറുപ്പ് ഇടതുപക്ഷത്തോട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു പരിശോധനയാണ് നടത്തിയത്. അതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെ നേരിട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് വർഗീയമായിട്ട് വേർതിരിവുണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തിയത്. അതൊന്നും അത്ര കണ്ട് വിലപ്പോവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും കുറച്ച് പേരെങ്കിലും അതിന് വശംവദരായിട്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു പാതയിലൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തെ കൊണ്ടുപോകാൻ ഇവരുടെ ഈ പ്രചരണം കാരണമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴെങ്കിലും UDF-നകത്ത് തന്നെയുള്ള ചില, അതിനകത്തെല്ലാം ഉണ്ടല്ലോ രാഷ്ട്രീയം ചിന്തിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ഇത്തരം ഒരു രീതിയോട് ഇഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പൊന്നും തെളിവൊന്നുമില്ല. എന്നെ പോലുള്ള പുറത്തു നിന്ന് വടകര നിരീക്ഷിച്ച ഒരാൾക്ക് യഥാർത്ഥത്തിൽ അത്ര നല്ല ഒരു 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 ഫീഡ്ബാക്ക് അല്ല കിട്ടിയത്. കാരണം നമ്മൾ സാധാരണ കേരളത്തിൽ ഇല്ലാത്തതുപോലെ കമ്മ്യൂണലായി അവിടുത്തെ രാഷ്ട്രീയ ചർച്ച. 2, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ടീച്ചറോട് പെരുമാറിയ രീതി, ഇത് രണ്ടും നമ്മൾ കേരളത്തിൻ്റെ നവോത്ഥാനം, അതിനുശേഷമുള്ള കേരളത്തിൻ്റെ ഒരു നമ്മൾ ഈ പ്രളയം ഇതൊക്കെ പറഞ്ഞപ്പോഴും കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ, കേരള സമൂഹത്തിൻ്റെ പ്രത്യേക സ്വഭാവം. അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് വളരെ വളരെ യാഥാസ്ഥിതികവും ഒട്ടും പ്രോഗ്രസീവും അല്ലാത്ത ചില നിലപാടുകൾ അവിടെ കാണാനിടയായി. യഥാർത്ഥത്തിൽ എനിക്കത് ടീച്ചറിനോട് വളരെ ഗൗരവമായി ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ട് തോന്നുന്നു. കാരണം ഞാനും ടീച്ചർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളുടെ എല്ലാം ഒരു കുരുതിക്കളമായി മാറി വടകര തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിരാശ തോന്നി. പ്രത്യേകിച്ച് KS ഹരിഹരനെ പോലുള്ള ഒരാൾ അമ്പരന്ന് പോയി. കാരണം അദ്ദേഹം വളർന്നു വന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പുരോഗമനപരമായിരുന്നു. അദ്ദേഹം ദേശാഭിമാനി പത്രപ്രവർത്തകനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ സംസാരിക്കുക, അത് കേട്ടോണ്ടിരുന്നവരുടെ കയ്യടി, കേരളത്തിലെ എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ഞാനും ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫേക്ക് ന്യൂസുകൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് വന്നത് വ്യാജ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ ചില ചിത്രങ്ങൾ, ശരിയല്ലാത്ത ചിത്രങ്ങളൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാനൊരു തവണ ഒരു പ്രസ് മീറ്റിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ പറഞ്ഞു. വ്യാജ വീഡിയോ എന്ന് പറയാൻ കാരണം പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുണുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള അർത്ഥം വരുന്ന രീതിയിൽ എൻ്റെ ഒരു പ്രത്യേക വാക്ക്, ഒരു സെൻറ്റൻസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് മാത്രം കൊടുത്തു. അത് ഞാൻ എന്തോ പറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മുഴുവൻ തീവ്രവാദികളായി മുദ്ര കുത്തുന്നത് ശരിയല്ല. കാരണം എല്ലാറ്റിലും ഉണ്ട്, തീവ്രവാദ സ്വഭാവമുള്ളവരെല്ലാറ്റിലും ഉണ്ട്. പക്ഷേ ചിലരങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ മുഴുവൻ എന്താ തീവ്രവാദികളാ എന്ന് ഞാൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇസ്ലാം മതവിശ്വാസികളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാന്ന് നോക്കൂ. അപ്പോൾ അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് മാത്രം കൊടുത്തു. പക്ഷേ ഭാഗ്യവശാൽ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ അത് നന്നായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞത് ടീച്ചർ പറഞ്ഞത് ഇതാണ്, മുഴുവൻ കേൾപ്പിച്ചു. ഇങ്ങനെ ചെയ്യരുത്, ഇത് അധാർമികമാണ്. ടീച്ചർ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥത്തിലാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യാജ വീഡിയോകൾ, ഒരു ഭാഗം മാത്രം. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഞാൻ ഇംഗ്ലീഷിലൊരു എക്സ്പെർട്ടൊന്നുമല്ല. പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പോലും കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ആ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥമൊക്കെ അവിടെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ദി എന്ന് പറയുമല്ലോ, അതിൻ്റെ അപ്പുറത്തുണ്ട് തൊട്ടടുത്ത് എൻ്റെ ഞാൻ ഉദ്ദേശിച്ച വാക്ക് പറഞ്ഞിട്ടുണ്ട്.
നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുമ്പോഴും എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമല്ലോ. പക്ഷേ അവിടെ കട്ട് ചെയ്തിട്ട് അത് കുറേ തവണ ദി 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമില്ല. അപ്പോൾ കേൾക്കുന്നവർക്ക് വളരെ ഒരു വൾഗാരിറ്റി തോന്നുന്ന രീതിയിൽ വീഡിയോ. അപ്പോൾ അത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില പോസ്റ്ററുകൾ, അത് വേറൊരു ഏതോ ഒരു പോസ്റ്ററിൻ്റെ തല വെട്ടിയിട്ട് എൻ്റെ തല വെച്ചിട്ട് അങ്ങനെ കൊടുത്തൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് മോശമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പോൾ കുറേ കഴിയുമ്പം ഇവർ തന്നെ അത് എന്താക്കി, അശ്ലീല വീഡിയോകൾ എന്നുള്ളതാക്കി മാറ്റി. ഇപ്പോൾ മറ്റൊരു പത്രസമ്മേളനത്തിൽ എന്നോട് ചോദിച്ചു, ഇവിടെ അശ്ലീല വീഡിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അശ്ലീല വീഡിയോ അല്ല, വ്യാജ വീഡിയോകളും അശ്ലീല പോസ്റ്ററുകളും. പക്ഷേ പിന്നീട് ഞങ്ങളുടെ പ്രവർത്തകർ പറഞ്ഞു ചില അശ്ലീല വീഡിയോകളും ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിരുന്നില്ല ആ സമയത്ത്. ഞാൻ പറഞ്ഞു വ്യാജ വീഡിയോകളും അശ്ലീല പോസ്റ്ററുകളും എന്നാണ് എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം ഒന്നെടുത്ത് കേട്ടാൽ. ഇപ്പോൾ എല്ലാം റെക്കോർഡാണല്ലോ. അപ്പോൾ എന്തായി, കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളടക്കം അവർ പറഞ്ഞു ടീച്ചർ മലക്കം പറഞ്ഞു, ആദ്യം അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞു, പിന്നെ അത് പോസ്റ്ററായി എന്നൊക്കെ പറഞ്ഞു. ഇത് രണ്ടും കേട്ടാൽ ഞാനൊരു മലക്കവും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണോ ആദ്യം പറഞ്ഞത് അതെ അതെ അത് അത് അതെവിടെയാണ്. അപ്പോൾ ഇത്ര തരംതാണ രീതിയിലുള്ള ചർച്ച, അതിൻ്റെ എല്ലാം പരിസമാപ്തിയായിട്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ ഹരിഹരൻ്റെ, ഞാനത് ആവർത്തിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ടീച്ചർ, അപ്പോൾ ആ പ്രയോഗം ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സമൂഹത്തിന് മുമ്പാകെ ഞങ്ങളെല്ലാം പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, എത്ര വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ എതിരാളികളിൽ നിന്ന് ഇത്ര വില കുറഞ്ഞ ആരോപണങ്ങളൊക്കെ ആവാം. ഞാൻ മന്ത്രിയായിരുന്നിട്ടുണ്ട്, ആ സമയത്ത് എന്താണെന്നുള്ള ഇപ്പം PPE കിറ്റൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞാനത് വിശദീകരിച്ചു സമൂഹത്തിന് മുമ്പാകെ. അപ്പോൾ കോൺഗ്രസ്സുകാരിൽ പോലും ചിലർ പറഞ്ഞു ടീച്ചർ വേണ്ടാതിരി, ഞങ്ങൾ 10 രൂപയുടെ മാസ്ക് 100 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്, വീണ്ടും 10 രൂപക്കും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊരു PPE കിറ്റ് 1500 രൂപക്ക് ആ ക്ഷാമകാലത്ത് വാങ്ങി എന്നുള്ളത് ഗുരുതരമായ കുറ്റമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും കുറ്റമെന്ന് കരുതിയാൽ തന്നെ അത് ശരിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ വാങ്ങിയത്, ഇല്ലെങ്കിൽ കുറേ നഴ്സുമാരൊക്കെ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്തതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനോടെല്ലാം മറുപടി പറയും, ഈ വൃത്തികേടിനോട് ആ നിലവാരത്തിലേക്ക് നമ്മൾ താഴണം. കേട്ടില്ലേ, ഞാൻ ഇപ്പം പറഞ്ഞതിനെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് 9 മണി ചർച്ച നടത്തിയല്ലോ, വീഡിയോ ഉണ്ടോ പോസ്റ്റർ ഉണ്ടോ. എനിക്ക് ശരിക്കും നാട്ടിൻപുറത്ത് പറയില്ലേ നമുക്കൊരു മേൽച്ചുരുക്കം വരിക എന്നുള്ളത്, നമ്മളെക്കുറിച്ചൊക്കെ ഇങ്ങനെയൊരു ചർച്ച ഉണ്ടാവുക എന്നുള്ളത് വളരെ കാരണം നമ്മളെല്ലാം ഈ വ്യക്തി ജീവിതത്തിനും അതുപോലെ രാഷ്ട്രീയ ജീവിതത്തിനും കൊടുക്കുന്ന ചില മൂല്യങ്ങൾ വലിയ ആളുകളായിട്ടല്ല, പക്ഷേ കുഞ്ഞുനാളിലെ പഠിച്ചു വന്നിട്ടുള്ള പാഠങ്ങളുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നിലവാരമുണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം ഈവൻ ഞാനൊരിക്കലും എൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരോട് അവർ വേറെ രാഷ്ട്രീയക്കാരാണെന്നുള്ള നിലയിൽ തരംതാണെന്ന നിലയിൽ പെരുമാറിയിട്ടില്ല. മന്ത്രിയാകുമ്പോഴും വളരെ ഫ്രീ ആയിരുന്നു എല്ലാവരും. ഒരുപാട് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ വളരെ ഫ്രീ ആയിരുന്നു എന്നെ വിളിക്കാൻ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഈവൻ യുവമോർച്ചയുടെ പ്രവർത്തകരൊക്കെ ചിലപ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഇന്ന് ഹോസ്പിറ്റലിൻ്റെ ടീച്ചറൊന്ന് വിളിച്ച് പറയുമോ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ അതിലെന്ത് രാഷ്ട്രീയം അല്ലേ? ഒരാൾ മരിക്കാൻ പുറപ്പെടുന്നു, നീ കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് ആണോ നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ അവരെല്ലാം അതിനുശേഷം എന്നോട് വിളിച്ചിട്ട് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും ചിലർ വിളിക്കാറുണ്ട്, ടീച്ചർ അന്ന് ചെയ്തു തന്ന ഉപകാരം എന്ന് വെച്ചാൽ അവരെല്ലാം മാറി എൻ്റെ പാർട്ടിയിലൊന്നും വന്നിട്ടില്ല. കേട്ടില്ലേ, ആ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നൊരു മനസ്സ് കേരളത്തിൽ ഒരുപാട് പേർക്കുണ്ട്. അതിനെയാണ് കല്ലെറിഞ്ഞത്. അത്തരം ഒരു കേരളത്തിൻ്റെ ഒരു അന്തസ്സുറ്റ സംസ്കാരത്തിനെയാണ് കരിവാരി തേച്ചത്. കേട്ടോ, അത് വളരെ വളരെ അത് എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചത് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയുമാണ്. തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ എങ്ങനെ അവർക്ക് അപമാനിക്കാം എന്നുള്ളതാണ്. ഹരിഹരൻ്റെ ഒക്കെ വാചകങ്ങൾ വെറുതെ ഞാൻ എപ്പോഴും വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും തൻ്റെതായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവർ. ഒരു ആക്ടർ എന്നുള്ള നിലയേക്കാൾ അവർ ജീവിതത്തിൽ അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിന്നിട്ടുള്ള ഒരാളാണ്. ഞാനതിന് പലപ്പോഴും മഞ്ജുവിനെ അഭിനന്ദിച്ചിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ ഒന്നും അറിയാത്ത അവരെ അടക്കം വലിച്ചഴിച്ചിട്ടൊരു വൃത്തികേട് പറഞ്ഞു. അത് ഒരു ഭാഗത്തും ഉണ്ടാകരുതെന്നാണ് നമ്മളെപ്പോഴും പറയാറ്. പക്ഷേ ഒരിക്കലൊരു സംഭവം ഉണ്ടാകുമ്പോൾ പണ്ടിങ്ങനെ മറ്റേയാൾ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതല്ല ശരി, പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നതിലാണ്. കേട്ടോ, അത് അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാനതിലൊന്നും അധികം ടീച്ചർ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പത്രക്കാർ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അതിൽ പ്രതികരിക്കാൻ മാത്രം എൻ്റെ നാക്ക് വളയുന്നില്ല ഒന്നും പറയാൻ. അത് വീണ്ടും ആവർത്തിച്ച് പറയാൻ പോലും എനിക്ക്
മടിയാണ്. കാരണം അതൊരു ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ചെറുതല്ല എന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ബഹുജനങ്ങൾ കേൾക്കട്ടെ, തീരുമാനിക്കട്ടെ. നമ്മളിപ്പം കേരളത്തിലെ ഒരു സ്ത്രീപക്ഷ കേരളം, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീപക്ഷ ബജറ്റ് പോലും ജെൻഡർ ബജറ്റ് പോലും അവതരിപ്പിക്കുന്ന സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇപ്പോഴും വെറും ശരീരം എന്നുള്ള നിലയിൽ പരാമർശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയായ സ്ത്രീ, ഭരണാധികാരിയായ സ്ത്രീ, കലാപ്രവർത്തകയായ സ്ത്രീ, ഇതെല്ലാം മാറിയിട്ട് ഒരു ശരീരം മാത്രമായിട്ട് അൾട്ടിമേറ്റ്ലി അവളൊരു ശരീരമാണ് എന്ന നിലയിലേക്ക് ചുരുക്കപ്പെടുന്നതിന് എന്താണ് ഒരു ചരിത്രപരമായ ന്യായം, എന്താണ് ഒരു നീതി? തീർച്ചയായിട്ടും ടീച്ചർ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലാണ് സ്ത്രീയോടുള്ള യഥാർത്ഥ മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. സോഷ്യലിസം മീൻസ് സ്ത്രീ ആയാലും പുരുഷനായാലും അധ്വാനിക്കാൻ അവസരം കിട്ടുക, പ്രതിഫലം കിട്ടുക, ഓരോ വ്യക്തിയുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയുക എന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി കഷ്ടകാലത്തിന് സ്വതന്ത്ര ഇന്ത്യ സോഷ്യലിസത്തിലേക്ക് പോയിട്ടില്ല. യഥാർത്ഥ ഡെമോക്രസി പോലും ആയിട്ടില്ല. സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് മുതലാളിത്തം വളർന്നു വരുമ്പോൾ അവിടെയുള്ള ഫ്യൂഡൽ കൾച്ചർ അത് ഇല്ലാതാവും. എന്ന് വെച്ചാൽ കാർഷിക വിപ്ലവമൊക്കെ നടന്ന് ഈ ജാതിപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഫ്യൂഡലിസത്തിൽ നിന്നും കുറച്ചും കൂടി സ്വതന്ത്രമായിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് മുതലാളിത്തം വളർന്നു വരിക. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല കെട്ടിപ്പടുക്കപ്പെട്ടത്. ഫ്യൂഡലിസവുമായി സന്ധി ചെയ്തുകൊണ്ടാണ്. ഫ്യൂഡൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുതലാളിത്തത്തിൻ്റെ കച്ചവട വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ്. നോക്കൂ, 3000 രൂപ കൊടുത്തൊരു മഹാലക്ഷ്മി യന്ത്രം മേടിച്ച് വീട്ടിൽ വെച്ചാൽ പിന്നൊന്നും ചിന്തിക്കേണ്ട, എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന് കച്ചവടം ചെയ്യുന്നത് ഫ്യൂഡൽ അന്ധവിശ്വാസത്തെ മുതലാളിത്തം കച്ചവട വസ്തുവായിട്ട് മാറ്റുന്നതാണ്. ഇത് സ്ത്രീകളോടുള്ള സമീപനത്തിലും തുടരുന്നുണ്ട് ഇന്ത്യയിലുടനീളം. അതായത് ഫ്യൂഡലിസം കാണുന്നത് പുരുഷൻ്റെ അടിമയാണ് സ്ത്രീ എന്നുള്ളതാണ്. മുതലാളിത്തം സ്ത്രീയെക്കുറിച്ച് കാണുന്നത് ഒരു കമോഡിറ്റിയാണ്, വിറ്റഴിക്കുന്നത്. എംഗൽസ് പറഞ്ഞതുപോലെ മുതലാളിത്തത്തിന്റെ എല്ലാ അവസ്ഥകളും നിലനിൽക്കുന്ന ഒന്നാണ്, യൂണിറ്റാണ് കുടുംബം. പ്രത്യേകിച്ച് അണുകുടുംബമാകുമ്പോൾ അത് ഇരട്ടിച്ചു. അപ്പോൾ കുടുംബത്തിനകത്ത് ജനാധിപത്യം ഇല്ലാത്ത അവസ്ഥ. ഇപ്പം നവോത്ഥാന ആശയങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വന്നിട്ടുള്ള 60കളും 70കളും 80കളും ഒക്കെ ഉണ്ട്. അങ്ങനെ ജാതി മേധാവിത്വം അവസാനിപ്പിച്ചു. 30കളിലും 40കളിലൊക്കെ കടുത്ത ജാതി മേധാവിത്വമായിരുന്നല്ലോ. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ 20കളിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരായി സമരം ചെയ്യുമ്പോൾ തന്നെ ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ള സമരം, വൈക്കം സത്യാഗ്രഹം അടക്കം, ഇതെല്ലാം ഞാനടക്കം ജനിക്കുന്ന കാലഘട്ടത്തിൽ ചെലുത്തിയിട്ടുള്ളൊരു സ്വാധീനമുണ്ട്. ജാതി പറയരുത്, ചോദിക്കരുത്, അതുപോലെ തന്നെ എല്ലാ വഴിയിലൂടെ എല്ലാവർക്കും നടക്കാം, എല്ലാ ക്ഷേത്രത്തിലും എല്ലാവരും പ്രവേശിച്ചാൽ നല്ലത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്നു 90കൾ കഴിഞ്ഞപ്പോൾ ഈ നവ ലിബറൽ ആശയങ്ങൾ കടന്നു വന്നതോടുകൂടി മുതലാളിത്ത ആശയങ്ങൾ കുറേയും കൂടി രൂഢമൂലമാകാൻ തുടങ്ങി. ആ സമയത്ത് ഫ്യൂഡലിസം കച്ചവടവൽക്കരിക്കപ്പെടുന്നത് കുറച്ചും കൂടി വർദ്ധിച്ചു വന്നു. അപ്പോൾ ഈ നവ ലിബറൽ ആശയങ്ങളുടെ കൂടി ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു സ്വാധീനം ഉണ്ടായി. മറ്റൊന്നും കൂടി ഉണ്ടായി, അത് സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായിട്ടുള്ള പിന്നോട്ട് പോക്കാണ്. സോവിയറ്റ് വിപ്ലവം അട്ടിമറിക്കപ്പെട്ടു. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം ഉണ്ടായ ഗുണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം ഉക്രൈനിലെല്ലാം അനുഭവിക്കുന്ന സങ്കടങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് പ്രതീക്ഷിക്കാനില്ലേ എന്നൊരു തോന്നലുണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ ആശയഗതികൾ നിലനിൽക്കില്ലേ? നല്ലതാണത്, പക്ഷെ അത് നിലനിൽക്കില്ലേ? അപ്പോൾ കുറച്ചുകൂടി അവനവനിലേക്ക് ഒതുങ്ങിയിട്ട് അവനവൻ്റെ അന്നന്ന് കാണുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നിടത്തേക്ക് മാത്രം ഒതുങ്ങുന്നൊരവസ്ഥ കുറേ മേഖലകളിലുണ്ടായി. അതുകൊണ്ട് തന്നെ പുരോഗമന ആശയങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് സമൂഹത്തെക്കുറിച്ചുള്ള ചിന്ത വിപുലപ്പെടുത്താനുമുള്ള ആ നവോത്ഥാന മുന്നേറ്റം ഒരു കണക്കിന് പറഞ്ഞാൽ അതുവഴി തുടരാത്തൊരവസ്ഥയുണ്ടായി. മാത്രമല്ല ടീച്ചർ, ഇങ്ങനെ ഒരു വിലയിരുത്തൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിൻ്റെ നവോത്ഥാനം പരിശോധിക്കുമ്പോൾ സ്ത്രീ കേന്ദ്രീകൃത വിമോചന സമരങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 40കളൊക്കെ കഴിയുമ്പം തുടങ്ങി പിന്നെ ഒരു നവസ്ത്രീ ഉണ്ടാകുന്നതൊരു വീട്ടമ്മവൽക്കരണം എന്നൊക്കെ വേണേൽ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള നല്ല വീട്ടമ്മയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള നിലയിലേക്ക് മാറിയോ? ടീച്ചറിൻ്റെ അഭിപ്രായം എന്താ? അതായത് നമുക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ടീച്ചർ. ഇപ്പോൾ 40കളിലൊന്നുള്ള സ്ത്രീ അല്ല ഇന്ന് കേരളത്തിലെ സ്ത്രീ. നമ്മൾ ചെയ്തതിന് ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല.
ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാലോ, ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ എങ്ങനെ വന്നു എന്നുള്ളത്. അതിൻ്റെ പിന്നിൽ നടന്ന പോരാട്ടങ്ങൾ, വസ്ത്രം ധരിക്കാനുള്ള അവകാശം, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം. ഇന്നിപ്പം കേരളത്തിലെ പെൺകുട്ടികൾ ആരാ വിദ്യാഭ്യസിക്കാത്തതുള്ളത്? നോക്കൂ, കേരളത്തിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് PG ഒന്നും ചെയ്യാത്ത പെൺകുട്ടികളെ കാണാൻ തന്നെ ചുരുക്കമാണ്. അപ്പോൾ വലിയ തോതിൽ സ്ത്രീകൾ മുന്നോട്ട് പോകും. അതിന് കാരണം നമ്മൾ 57 മുതൽ തുടങ്ങിയ വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരമൊക്കെയാണ്. എല്ലാവർക്കും സ്കൂളിൽ ചേരണം എന്നുള്ള വാശി. പിന്നെ നമ്മൾ ടോട്ടൽ ലിറ്ററസി പ്രോഗ്രാം കൊണ്ടുവന്നപ്പോഴും സമ്പൂർണ്ണ സാക്ഷരത, നമ്മളതിൽ പെൺകുട്ടികളെ കുറച്ചും കൂടി ഊന്നി കണ്ടു. സ്ത്രീകളെയും പെൺകുട്ടികളെയും നല്ല വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റി. അവരായിരുന്നല്ലോ ഏറ്റവും പിന്നിൽ. അത് കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസ പ്രക്രിയ വന്നപ്പോഴും സ്ത്രീകൾക്ക് അവസരം കിട്ടി. 4ാം ക്ലാസ് തുല്യത, 7ാം ക്ലാസ് തുല്യത, 10ാം ക്ലാസ് തുല്യത. സ്ത്രീകൾ മക്കളുടെ കൂടെ ഇരുന്ന് പഠിച്ചിട്ട് 10ാം ക്ലാസ്സൊക്കെ പാസ്സാവുന്ന അവസ്ഥ വന്നു. ഇതെല്ലാം സ്ത്രീ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. അതുപോലെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ രൂപീകരണം, ഇത് നമ്മൾ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം മുഴുവൻ കൊയ്യാൻ പറ്റുമോയെന്നറിയില്ല. എന്നാലും കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് വൈകുന്നേരങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പുറത്ത് വന്ന്, വീട്ടിന് വെളിയിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാനും അവനവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടായത്. കുടുംബശ്രീ യോഗത്തിന് കാണാം, ഞായറാഴ്ചകളിൽ അവർ പുസ്തകമൊക്കെ എടുത്ത്, മാത്രമല്ല അവരുടേതായിട്ടുള്ള ചില കലാപരിപാടികൾ, അവരുടേതായിട്ടുള്ള ചില സംരംഭങ്ങൾ, ഇതിലൊക്കെ പുരുഷന്മാരുടെ പിൻബലമില്ലാതെ, നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഒരു സ്ത്രീക്ക് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അച്ഛനോ ഭർത്താവോ മകനോ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. അമ്മ ഇത് ചെയ്യും, അമ്മ അത് ചെയ്യും. പക്ഷേ ഇതൊരു കൂട്ടം സ്ത്രീകൾ ഇരുന്നിട്ട് നിശ്ചയിക്കുകയാണ്, ഞങ്ങൾ ഇന്ന് സംരംഭം തുടങ്ങുന്നു, അത് വിൽക്കുന്നു, കാശ് വരുന്നു, ബാങ്കിൽ ലോൺ അടക്കുന്നു, പിന്നെ ബാക്കി മിച്ചം വെക്കുന്നു. ഇങ്ങനെ നഷ്ടം ഉണ്ടാവാൻ ചിലപ്പോൾ അതും അവരുടെ തലയിൽ തന്നെയാണ്. സ്ത്രീകൾ തന്നെ ഞങ്ങൾക്ക് ഇത്ര നഷ്ടമുണ്ട്, എൻ്റെ അത് നികത്തണം, അതിനുള്ളൊരു ചർച്ചയും കാര്യമൊക്കെ. ഇത് വളരെ പുരോഗമനപരമായിട്ടുള്ള മാറ്റമാണ്. അതേസമയത്ത് കുടുംബശ്രീയെ നമ്മൾ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ കേന്ദ്രം കൂടിയാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത്രത്തോളം വന്നിട്ടില്ല. അതായത് എല്ലാ ജാതി മത വിഭാഗങ്ങളിലും ഉള്ള ആളുകൾ സമന്മാരാണ്, വ്യത്യാസമില്ല. എല്ലാ മതങ്ങളും അതിൻ്റെ ആത്യന്തികമായിട്ട് മനുഷ്യ നന്മയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലുപരിയായി എന്തെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ വിമർശിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ കുടുംബശ്രീയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ടീച്ചറിൻ്റെ ശ്രദ്ധയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കുടുംബശ്രീയിൽ ചെയിൻ ലോൺ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടല്ലോ. എല്ലാവരും കൂടെ ചേർന്ന് 15 പേരുണ്ടെങ്കിൽ 15 പേരും കൂടെ ചേർന്ന് ലോൺ എടുക്കുന്നു, അത് അടയ്ക്കുക എന്നുള്ളതാണല്ലോ. ഈ 15 പേരും ഡിവൈഡ് ചെയ്തെടുത്ത്. പക്ഷേ ഈ ഒരു സംരംഭത്തെ മറ്റു പല സ്വകാര്യ ബാങ്കുകളും ചൂഷണം ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയെ വലിയ പലിശ ഇവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ടീച്ചർ പറഞ്ഞത് നമ്മൾ നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കുടുംബശ്രീ രൂപീകരിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ടീച്ചർ ഓർമ്മിക്കുന്നുണ്ടാവും. കാരണം ഈ വൻകിട ബാങ്കുകാർ ഗ്രാമപ്രദേശങ്ങളിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ തുടങ്ങി. അതെന്തിനാന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട ആളുകൾ കോഴിയെ വിറ്റിട്ടും ആടിനെ വിറ്റിട്ടും ഒക്കെ കിട്ടുന്ന, ചെറിയ മുട്ട വിറ്റിട്ടൊക്കെ കിട്ടുന്ന ആ പണം കൂടി കുടുംബങ്ങൾക്കകത്തു നിന്ന് സൈഫൺ ചെയ്തെടുക്കാനുള്ള തന്ത്രമായിരുന്നു. ഇതിൻ്റെ ഏറ്റവും മോശമായ ഒരു പരിണതഫലം കണ്ടത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി അതിനൊരു കൺവീനർ വെച്ചു. ആ കൺവീനർ വഴി ഈ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ച് ബാങ്കുകാർ നിക്ഷേപമാക്കി, കോടികൾ ബാങ്കിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ അവസാനം നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നില്ല. നിക്ഷേപം തിരിച്ചു കൊടുക്കാതെ ബാങ്കുകാർ മുങ്ങി. അങ്ങനെ മുങ്ങിയപ്പോൾ ഈ കൺവീനർമാർ, അയൽക്കൂട്ടം കൺവീനർമാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എല്ലാവരും. നീ പറഞ്ഞിട്ടാണ് ഞങ്ങളിതിൽ ചേർന്നു, നീ തരണം തിരിച്ച് പൈസ. കുറേ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു. 43-ലേറെ സ്ത്രീകളോ മറ്റോ ആത്മഹത്യ ചെയ്തു. അത്തരത്തിലുള്ള സൈഫണിങ് പല മേഖലകളിലും വരുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഇപ്പോൾ ലേഖനങ്ങളൊക്കെ വന്നിരുന്നു, ഒന്ന് മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ ട്രാപ്പ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അങ്ങനെയല്ലാത്ത, ഇപ്പോൾ സംരംഭങ്ങളിൽ ചേരരുതെന്ന് സ്ത്രീകളോട് പറഞ്ഞാൽ പലരും അനുസരിക്കില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം, ഒരാസ്പദം, പെട്ടെന്നൊരു ആവശ്യത്തിന് ഞങ്ങളുടെ ഒരു നിക്ഷേപം, അതവരെ ആകർഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിൽ ചേരരുതെന്ന് മാത്രം പറഞ്ഞാൽ കേൾക്കില്ല. അതിന് പകരം സുരക്ഷിതമായിട്ടുള്ള സംരംഭങ്ങൾ, ഗവൺമെൻറ് ഗ്യാരണ്ടിയോട് കൂടിയത്, അതുകൂടി ഉണ്ടാക്കുക എന്ന് കണ്ടുകൊണ്ടാണ് ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചത്. അത് സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. പഞ്ചായത്ത് ഓഫീസിൽ അവർക്കൊരു ഇടമുണ്ട്, അവർക്കൊരു ഓഫീസുണ്ട്.
കുറച്ചും കൂടി വന്നപ്പോൾ തോമസ് ഐസക്കിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഇവരുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ ഒരു ഓഡിറ്റർ നിശ്ചയിക്കുക, അയാൾക്ക് ശമ്പളം കൊടുക്കാം, അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് 4% പലിശക്ക് ബാങ്ക് ലിങ്കേജ് കൊടുത്തിട്ട് കുറഞ്ഞ പലിശക്ക് വായ്പ, ലിങ്കേജ് ലോൺ വായ്പ എടുക്കാം, ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് വലിയ മാറ്റം ഉണ്ടാക്കി. ഒരുപാട് ആളുകളുടെ ജീവിതം വരെ ഇപ്പോൾ കുടുംബശ്രീ ഹോട്ടൽ, എത്ര സ്ത്രീകളാണ് അതുവഴി ജീവിക്കുന്നത്. വലിയ സംരംഭങ്ങൾ വഴി ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ അവർ കടന്നിട്ടുണ്ട്. അത്രയും നല്ലത്. എന്നാൽ എവിടെയും ഒരു മുതലാളിത്ത സമൂഹത്തിൽ ഒരു ചെറിയ സംരംഭമായാലും പണമിടപാട് നടത്തുമ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ വരുന്ന ചില ആളുകളുണ്ടാവും. അത് ബാങ്കുകാരാവട്ടെ, എളുപ്പത്തിൽ പണം കൊടുക്കുന്നവരാവട്ടെ. ബാങ്കിന്റെ പേര് പറയുന്നില്ല എങ്കിൽ പോലും തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ബാങ്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഉണ്ടാക്കുന്ന കോടികൾ, അവരുടെ ഓരോ വർഷവും അവരുടെ ടേൺ ഓവർ, തീർച്ചയായും ഈ ഒരു അവരുടെ വളർച്ച ഒരു 10 വർഷം കൊണ്ട് മാത്രമാണ് ഈ നിലയിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു വളരെ ഗൗരവമായിട്ട് അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കുടുംബശ്രീയുടെ സംരംഭങ്ങളാകെ അങ്ങനെയാണെന്നുള്ളതല്ല, ഈ വശത്തേക്ക് വഴുതി പോകരുത്. അതാണ് ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ ഉറച്ചു നിൽക്കണം. പിന്നെ നമുക്ക് പണം ആര് കടം തരാമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. പണത്തിന് ആവശ്യം ഉണ്ടായിട്ടായിരിക്കാം, പക്ഷേ അതൊരു മാക്രോ ട്രാപ്പാണ്. ഇപ്പോൾ കുടുംബശ്രീക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശരിയല്ലാത്ത വ്യതിയാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ വരാൻ സാധ്യത. കാരണം ഇതെല്ലാം ഓഡിറ്റബിളാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ബാങ്കുകാർ മുതലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ല പഠനവും അത് അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനവും സ്വീകരിക്കേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ സ്ത്രീകൾക്കൊരു പൂർണ്ണമായൊരു വകുപ്പ് ഉണ്ടാക്കുമെന്നൊരു LDFന്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്കത് സാധ്യമാകാതെ പോകും? സാധിച്ചു. എന്നാലും അതൊരു ഉപവകുപ്പ് പോലെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, അങ്ങനെ ഒരിക്കലും തോന്നരുത് എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടൊരു പ്രത്യേക വകുപ്പ് വേണം എന്നുള്ളത് എത്രയോ വർഷക്കാലം മഹിളാ അസോസിയേഷൻ അടക്കം ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു. ഭാഗ്യവശാൽ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അതിനുള്ള ഒരു അവസരം ഉണ്ടായത്. 2017 കൂടി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് വിഭജിച്ച് 2 വകുപ്പാക്കിയിട്ട് മാറ്റി. ഇത് എല്ലാം സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. 2 വകുപ്പായി വിഭജിച്ചു. അതിൽ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ഓൾഡ് ഏജ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഈ 3 വൾണറബിൾ ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ ആ വകുപ്പിന് കീഴെ, പിന്നെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ വിമൻ ആൻഡ് ചിൽഡ്രൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വന്നു. ഇത് തീർത്തും പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായി. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരു 17 മുതൽ 20 വരെയുള്ള കാലം ഒരു ട്രാൻസിഷൻ പീരിയഡ് ആയിരുന്നു. കാരണം ഒരുമിച്ച് കൈകാര്യം ചെയ്തൊരു വകുപ്പിനെ വിഭജിക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒക്കെ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലല്ല, ഒരു മന്ത്രി തന്നെ. ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് വേറൊരു മന്ത്രിയിലേക്ക്. അപ്പം ഞാൻ ഉള്ള സമയത്ത് ഈ 2 വകുപ്പും എൻ്റെ കീഴിൽ തന്നെയാണ് വന്നത്. പക്ഷേ അതിൻ്റെ സെക്രട്ടറിമാർ 2 സെക്രട്ടറിയായി, 2 IAS ഓഫീസർമാരാണ്. നേരത്തെ ഒരാളുടെ കീഴിലുണ്ടായിരുന്നതാണ്. അപ്പോൾ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേക സെക്രട്ടറി, പിന്നെ സോഷ്യൽ ജസ്റ്റിസ്. ചിലപ്പോൾ IASകാരുടെ ക്ഷാമമൊക്കെ വരുമ്പോൾ ഈ 2ഉം ഒരാൾ കൈകാര്യം ചെയ്തു. അതൊരു വസ്തുത ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓഫീസ് വേറെയാണ്, സെക്രട്ടറി വേറെയാണ്, ഇതിൻ്റെ നടപടിക്രമങ്ങൾ വേറെയാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് ഓഫീസ് വേറെയാണ് അതിൻ്റെ. പക്ഷേ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിലുണ്ടായിരുന്നു. ഈ ബൈഫർക്കേഷനിൽ ഗ്രാസ് റൂട്ട് ലെവൽ വരെ ബൈഫർക്കേഷൻ ഉണ്ടാവണം. എത്രയോ വർഷമായിട്ട് ഒരുമിച്ച് കൈകാര്യം ചെയ്തൊരു വകുപ്പിനെ വിഭജിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഈ കോവിഡൊക്കെ വന്നല്ലോ. ഞാൻ 17 വകുപ്പുണ്ടായി, 18 മഹാപ്രളയം, 19 പ്രളയം, 20 കോവിഡ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ എല്ലാ റിസോഴ്സും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു പൂർണ്ണമായിട്ടൊരു ബൈഫർക്കേഷനിലേക്ക് പോകാൻ. അങ്ങനെ പോകുമ്പോൾ കുറച്ചധികം പോസ്റ്റ് ക്രിയേഷനൊക്കെ വേണം. അപ്പോൾ ഭാരതത്തിലുണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് തലം വരെ വിഭജനം പൂർത്തിയായി. ഞാൻ തന്നെ നേരിട്ട് കളക്ടർമാരെയൊക്കെ വിളിച്ചിടപെട്ടിട്ട് 2 ഓഫീസ് റൂം കളക്ടറേറ്റിൽ കാണണം. സോഷ്യൽ ജസ്റ്റിസിന് വേറെ, പിന്നെ വിമൻ ആൻഡ് ചിൽഡ്രൻ സെപ്പറേറ്റ് കെട്ടിടമാണെങ്കിൽ അങ്ങനെ അത് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് താഴെ ഈ വിമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കുറേ സ്റ്റാഫ് ഉള്ളത്. എസ്പെഷ്യലി ICDS പ്രോജക്റ്റിൻ്റെ അതിൻ്റെ സൂപ്പർവൈസർമാരും CDPOമാരും ഒക്കെ ആയിട്ട്. യഥാർത്ഥത്തിൽ അവരാണ് ഈ ഭിന്നശേഷിക്കാരുടെയും അതുപോലെ തന്നെ ഓൾഡ് ഏജിൻ്റെ ഒക്കെ കാര്യം കൈകാര്യം ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഇത് 2ആയപ്പോൾ 2 വകുപ്പാകുമ്പം ഈ വിഭാഗത്തിനത് കൈകാര്യം ചെയ്യുന്നതിലുള്ളൊരു പ്രയാസം വന്നു.
അപ്പോൾ അതിൽ എങ്ങനെയാണ് പുതിയ സോഷ്യൽ ജസ്റ്റിസിന് കൈകാര്യം ചെയ്യാൻ പുതിയ സ്റ്റാഫ് വേണം. അപ്പോൾ ആ പോസ്റ്റ് ക്രിയേഷൻ്റെ അതിനാവശ്യമായിട്ടുള്ള രൂപരേഖയൊക്കെ തയ്യാറാക്കി അയച്ചെങ്കിലും അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. അപ്പോഴേക്കും പിന്നെ ഈ വലിയ കോവിഡിൻ്റെ പ്രതിസന്ധിയൊക്കെ വന്നതുകൊണ്ട് പോസ്റ്റ് ക്രിയേഷനിലും വിചാരിച്ച വേഗത ഉണ്ടായില്ല. ബട്ട് എനിവേ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ പ്രോഗ്രാംസും പ്രോജക്ട്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് അഭിമാനിക്കാം, ഒരു വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വതന്ത്രമായിട്ട് വന്നു. ഇന്ത്യയിൽ കേരളത്തിലല്ലേ ഉള്ളൂ? അല്ലല്ല, അത് 2013 തന്നെ, പിന്നെ 2013 തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയില്ല. ഇത് വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ സെൻട്രലിലും വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഏതാ വർഷം എനിക്ക് ഓർമ്മയില്ല, വേറെയാണ്. സോഷ്യൽ ജസ്റ്റിസ് വേറെയാണ്. അപ്പോൾ ഏതായാലും നമുക്കത് കിട്ടി. പക്ഷേ അതിനെ ഇനിയും സ്ട്രെങ്തൻ ചെയ്യണം, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും. ബഫർക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചില ബാലാരിഷ്ടതകളുണ്ട്, അത് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് വസ്തുതയാണ്. ടീച്ചർ 1996 തോന്നുന്നല്ലേ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതെ. അപ്പോൾ ഒരു സയൻസ് ടീച്ചറായിരുന്നു ടീച്ചർ. എങ്ങനെയാണ് ഒരു നിയമസഭാ മത്സരത്തിലേക്ക് എത്തിച്ചേരാനിടയായ സാഹചര്യം? ടീച്ചറിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ ബുക്ക് വളരെ നന്നായിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി ടീച്ചർ അതിൽ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകയായത് എന്നുള്ളതാണ്. അത് ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഫാമിലിയിലായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ അല്ലെങ്കിലും ആയേക്കാം. നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുമല്ലോ വ്യക്തിപരമായിട്ട്. ഇപ്പം എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്, പിന്നീട് വന്നവരൊക്കെ ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ബൈ ചാൻസ് അങ്ങനെയായിരുന്നു. എൻ്റെതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. കാരണം എൻ്റെ വല്യമാമന്മാർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അവർ വലിയ അങ്ങനെയുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രതിഭകളോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ പുരോഗമന ആശയം ഉള്ളിൽ പേറിയ ചെറുപ്പക്കാർ അന്ന് എല്ലാ സമരത്തിലും, അതെ, പൊളിറ്റിക്കൽ ഫാമിലിയായിരുന്നു, പൊളിറ്റീഷ്യൻ അല്ല. പൊളിറ്റീഷ്യൻ മീൻസ് ഇംഗ്ലീഷിൽ പറയുമ്പം അത് ഒരു സ്ഥാനമാനങ്ങൾ നേടിയിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ആയിരുന്നില്ല അവരാരും. പക്ഷേ അവർ പുരോഗമന ആശയങ്ങൾ അവർക്ക് മനസ്സിലുണ്ടായി. അവർ ആവേശത്തോടു കൂടി ഈ സോഷ്യൽ റിഫോംസ് ആഗ്രഹിച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഇറങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി പോരാട്ടം തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഇടതുപക്ഷ ആശയഗതികളെക്കുറിച്ച് അവർ കേട്ടപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അവർ അങ്ങോട്ട് ചേർന്നു. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരെല്ലാം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. അങ്ങനെയായിരുന്നു എൻ്റെ വല്യമ്മമാർ. കുറേ അടിയൊക്കെ കിട്ടി, ജയിലിലൊക്കെ കിടന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മമ്മയും ആ കൂട്ടത്തിൽ ഈ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളായി മാറി. കല്യാണി, MK കല്യാണി എന്ന് പറയുന്നത്, അവർ ഞങ്ങളുടെ പ്രദേശത്തെ ഒരു ഹീറോയിനായിരുന്നു. അവരങ്ങനെ പുറത്തറിയപ്പെട്ട ആളൊന്നുമല്ല. പക്ഷേ ആ ഗ്രാമത്തിൻ്റെ നേതൃത്വം അത് അന്ന് സ്ത്രീകൾക്ക് സാധിക്കാത്തതാണ്. എവിടെ ചെന്നാലും അവർക്ക് ഇരിക്കാനൊരു കസേര കിട്ടുക. കാരണം അവരിടപെടുന്ന ആളാണ്. അവരെല്ലാറ്റിലും ഇടപെടും, എല്ലാ സാമൂഹ്യ തിന്മകളിലും. തൊട്ടുകൂടായ്മക്കെതിരെ ഞാൻ പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു പുസ്തകത്തിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ അവരെല്ലാവരുടെയും കലഹം ഉണ്ടാക്കി തൊട്ടുകൂടായ്മക്കെതിരായിട്ട്. ചെറിയ കുട്ടിയായപ്പോൾ സ്കൂളിനകത്തടക്കം മൂപ്പരൊരു അത്തരത്തിലുള്ള സ്വന്തം ആശയം പ്രകടിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ഇടതുപക്ഷ ആശയവും കൂടി ആയപ്പോൾ അവരിതിനെതിരെ ശക്തമായിട്ട് പോരാടാൻ തുടങ്ങി. പിന്നെ സോഷ്യൽ ഈവിൾസ് കാണുമ്പം ഈ പ്രേതം കൂടുക, അല്ലെ, സ്പിരിറ്റ്, അനാചാരങ്ങൾക്കെതിരെ അതിനെതിരെയും പോയിട്ട് അതൊന്നുമില്ല. അവർ പൂർണ്ണമായിട്ടും പരിവർത്തിപ്പിക്കപ്പെട്ട ഒരു മനസ്സൊന്നും ആയിരുന്നില്ല. അവരുടെ ഉള്ളിലും ഇങ്ങനെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതല്ല, അതിനൊന്നും ഭയക്കേണ്ടതില്ല. ധീരമായിട്ട് പിന്നെ അതിനെതിരെ സംസാരിച്ച് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവരാണ് ഈ ആത്മാക്കൾ എന്നൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഇവരെ നല്ല ധൈര്യമുള്ള സ്ത്രീയായിരുന്നു. അവർ തയ്യാറായിരുന്നില്ല. രസകരമായിട്ടുള്ള ഒട്ടേറെ കഥകൾ അതുമായിട്ട്. പിന്നെ ആരെങ്കിലും മദ്യപിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ശകാരിക്കുക, പിടിച്ചു കൊണ്ടുവന്ന് തലയിലൂടെ വെള്ളമൊഴിച്ച് അതിൻ്റെ അങ്ങനെയെല്ലാമുള്ള ഒരു പ്രവൃത്തി അന്ന് ഗ്രാമത്തിൽ അംഗീകാരം. കാരണം എവിടെ വിഷമം ഉണ്ടായാലും ഒരു അസുഖം വന്ന് അസ്വസ്ഥമായി നിൽക്കുമ്പോൾ എല്ലാവരും പറയും കല്യാണി എടുത്ത് വിളിച്ചുകൊണ്ട് പോവാ. ചെന്നൊരു പരിഹാരമുണ്ട്.
അവർക്കറിയുന്ന നാടൻ രീതിയായിരിക്കും. ശ്വാസം മുട്ടി പടയുന്നയാൾക്ക് ചിലപ്പോൾ മണലൊക്കെ വറുത്ത് കിഴി കെട്ടിയിട്ട് ചൂട് പിടിച്ചു കൊടുക്കും. ആ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചിന്തിക്കാൻ കഴിയാത്തവരായിരുന്നു ഒരുപാട് ആളുകൾ. പെട്ടെന്ന് എന്താണ് ഒരു പരിഹാരം അത്. അപ്പോൾ ഇവർ വലിയ ആളായോ, കല്യാണമ്മ വന്നു, ശ്വാസം മുട്ടുന്നയാൾക്ക് ശ്വാസം തിരിച്ച് കിട്ടി. ചിലപ്പോൾ അതൊന്നും സയൻറ്റിഫിക് ഒന്നും ആയിരുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ആശ്വാസകരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടപെടുന്ന തീരുമാനം എടുക്കുന്ന ഒരാൾ, അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു അവരുടേതായിട്ട് എന്താ ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ തർക്കം വന്നാൽ അവരൊരു തീരുമാനം എടുക്കും, ഇതാണ് ശരി, അതിൻ്റെ കൂടെ നിന്നോളണം എന്ന് പറയുന്നൊരു പ്രകൃതമായിരുന്നു. അപ്പോൾ അതെന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അമ്മമ്മയോട് മറ്റുള്ളവർ കാണിക്കുന്നൊരു ബഹുമാനം കാണുമ്പോൾ എനിക്കും അവരോട് അറിയാണ്ടൊരു ബഹുമാനം ഉണ്ടായി കൂടുതൽ. അപ്പോൾ അമ്മമ്മ ചെയ്തത് നല്ല കാര്യമാണെന്നൊരു തോന്നൽ ഉണ്ട്. അങ്ങനെ വന്നിട്ട് അമ്മമ്മയുടെ കൂടെ പാർട്ടി മീറ്റിങ്ങിനൊക്കെ പോയി. അങ്ങനെയാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് തന്നെയാണ് മോചനമാർഗം. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നത് ഈ ജാതിപരമായും മതപരമായും ഉച്ചനീചത്വങ്ങളില്ലാത്ത, സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ബഹുമാനിക്കുന്ന എന്തൊരു നല്ല സങ്കല്പമാണ്. അതാണ് ഇടതുപക്ഷ ആശയം. മാർക്സിനെ എംഗൽസിനെല്ലാം വായിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമുക്ക് മനസ്സിലൊരു വലിയ ആശ്വാസം ഉണ്ടാക്കി. എന്താ ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇങ്ങനെ ചിന്തിച്ചാൽ എന്തിനാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അനാവശ്യമായി യുദ്ധങ്ങൾ നടത്തുന്നത്, അല്ലേ? പോരായ്മകൾ പരസ്പരം നികത്തി സഹായിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണെങ്കിൽ ഒരു ലോകയുദ്ധവും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണം, ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം അധിപന്മാർ എന്ന മുതലാളിത്ത ചിന്തയാണ് കാര്യക്കാരൻ എല്ലാ യുദ്ധങ്ങൾക്കും കാരണം. ഇത് മുതലാളിത്ത യുദ്ധം മാത്രമല്ല, ഫ്യൂഡൽ കൾച്ചറിലും അതായിരുന്നല്ലോ. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്ന സമയത്ത് നാട്ടുരാജാക്കന്മാർ അവർ ഒരിക്കലും സ്വസ്ഥരായിരുന്നില്ല. രാജാവാകണമെങ്കിൽ മറ്റേ രാജാവിനെ കീഴ്പ്പെടുത്തി അതും കൂടി ഇതിനകത്ത് ചേർക്കണം, ഇതായിരുന്നല്ലോ ചിന്ത. ആ യുദ്ധങ്ങളുടെ പുറകിലോ അതിലൊന്നും ഒരു തരത്തിലും പങ്കാളികളല്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യർക്ക് അബന്ധങ്ങളായിട്ട് മാറുകയാണ്. മഹാഭാരത യുദ്ധത്തിലൊക്കെ നമുക്ക് സങ്കടം തോന്നും. നമ്മൾ വിശദീകരിക്കുന്നത് മുഴുവൻ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും പേരുകളും അവരുടെ മക്കൾ എങ്ങനെ കൊല്ലപ്പെട്ടു, ടെൻറ്റിൽ കടന്നു കയറിയിട്ട് പിഞ്ചു കുഞ്ഞിനെ അടക്കം എങ്ങനെ കൊന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ആ യുദ്ധത്തിൽ അവിടെ സഞ്ജയ് ഉണ്ടല്ലോ, മരിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് പെടയുന്ന കബന്ധങ്ങൾ. ചിലരെ കണ്ണിൽ ശൂലം കുത്തി നിർത്തിയിരിക്കുന്നു, ഇല്ലേ? ചിലരെ നെഞ്ചത്ത് ശൂലം കുത്തി നിർത്തിയിരിക്കുന്നു, മരിച്ചിട്ടില്ല, പെടയാണ്. ആ മനുഷ്യർക്കെല്ലാം ഒരു കുടുംബം ഇല്ലേ? അവർക്കെല്ലാം കുഞ്ഞുങ്ങളും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ഇല്ലേ? അപ്പോൾ യുദ്ധം എന്താണ് സമ്മാനിക്കുന്നത്? അപ്പോൾ അതെല്ലാം കാണുമ്പോഴാണ് ഈ പറയുന്ന സോഷ്യലിസമാണ് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്നത്. പക്ഷേ അന്നേരമാണ് ചിലർ ചോദിക്കുന്നത്, എന്നിട്ട് ആ സോഷ്യലിസം എന്താ വരാത്തതെന്ന്. വരുന്നില്ല. കാരണം ഈ ഗ്രീഡി ആയിട്ടുള്ള എല്ലാം കൈയടക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന മുതലാളിത്തവും ഫ്യൂഡലിസവും അതിനെ പരാജയപ്പെടുത്താൻ അത്ര എളുപ്പമല്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് പരാജയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഗുണമുണ്ടായി, പക്ഷേ അവർ തിരിച്ച് ആ ഗുണത്തെ പരാജയപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിത് ഉപേക്ഷിക്കണം എന്നല്ല. നമുക്ക് മനുഷ്യരാശിക്ക് സമാധാനമായി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സോഷ്യലിസം മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ട് മാറി. അതിനകത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചു.